അലോവേര ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് പറയാം. എപ്പോഴും നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ എന്താണ് ഈ പ്രിസർവേറ്റീവ്, എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ സിന്തറ്റിക് പ്രിസർവേറ്റീവ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് എക്കോ പ്രിസർവേറ്റീവ് നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് വെച്ചിട്ട് എങ്ങനെയാണ് ജെൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം എന്ത് ചെയ്യുന്നതിനേക്കാളും മുൻപ്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് അതിൻ്റെ ആ യെല്ലോ ആയിട്ടുള്ള ആ സിറം അതിൽ നിന്ന് പോകണം. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് അത് നന്നായിട്ട് ഒരു തരി പോലും ഡ്രോപ്പ് വെള്ളം അതിലുണ്ടാവാൻ പാടില്ല, അതായത് സാധാരണ വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മളത് ഇതുപോലെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്രൈൻഡറിൽ വെച്ച് നന്നായിട്ട് അതിനെ ജ്യൂസാക്കിയിട്ട് എടുത്തിട്ട് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. അതായത് കണ്ണി നല്ല അടുത്ത അരിപ്പയായിരിക്കണം. അതിൽ നന്നായിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് ആ ജ്യൂസ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. ജെല്ല് പല രീതിയിലുണ്ട്, ഇതിൻ്റെ പല സ്റ്റഡികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 80 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് നമ്മൾ ജെല്ല് പരുവത്തിലേക്ക് മാറ്റുന്നതാണ്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് മനസ്സിലായത് കുറേ പരിപാടികൾ ഞാൻ ചെയ്തു നോക്കി. അപ്പോൾ അതിൽ മനസ്സിലായത് ഇത് ഓക്സിഡൈസ് ചെയ്യും, ഇതിൻ്റെ കളർ ചേഞ്ച് വരും ഒന്നാമത്തെ കാര്യം. പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജെല്ല് നമ്മൾ ഇത് ലോങ് ടേം യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അതിൽ ജേംസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഫ്രഷ് ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 80 ഡിഗ്രിയിൽ നമ്മൾ ഒന്ന് ചൂടാക്കി അതിൻ്റെ മേലെ പൊന്തി വരുന്ന ആ ഒരു ചെറിയ ഒരു എന്താ പറയുക ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട്. ഇതാണ് അത് നമ്മൾ ചൂടാക്കുന്നത്. അറിയാലോ, ഒരു 100-ൽ എത്താൻ പാടില്ല. അതിനു മുൻപ് ഇതുപോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഇതിൻ്റെ മേലെ പൊന്തി വരുന്നത് നമ്മൾ ഓഫാക്കിയിട്ട് അത് എടുത്ത് കളയണം. 100-ൽ എത്താൻ, അതായത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചു വരുന്നതിനേക്കാളും മുൻപ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ജ്യൂസ് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫോമുല. നമ്മൾ ഏതൊരു സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോമുല അത് 100%-ലായിരിക്കും. എങ്കിൽ മാത്രമേ അതിൽ ഫംഗലോ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ അങ്ങനത്തെ ഗ്രോത്തുകളൊക്കെ തടയാനും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രിസർവേറ്റീവോ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനും പിന്നീട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഫോമുല വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് അളന്നെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കപ്പ് ഉണ്ടാവും മെഷർമെൻ്റ് ഉള്ളത്. അപ്പോൾ 100 അല്ലെങ്കിൽ എന്നുള്ളതിന് തൊട്ട് താഴെ ആയിട്ട് 92 ഗ്രാം നമ്മൾ അളന്നെടുക്കുക. ഇനി നെക്സ്റ്റ് എന്താണ് സാങ്ക്താൻ ഗം. ഇതാണ് സാങ്ക്താൻ ഗം. 2 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ പിന്നീട് പല സെഷൻസിലായിട്ട് പറയാം. ഇത് പ്യുവറായിട്ടുള്ള സാങ്ക്താൻ ഗം അല്ല, നോർമലായിട്ടുള്ളത്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 1 ഗ്രാമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു 1/2 ടീസ്പൂൺ ഇത് വരുന്നുണ്ട്. കുറച്ച് ബാലൻസ് വന്നു ഞാൻ എടുത്തപ്പോൾ. ഓക്കെ, 1 ഗ്രാം ഇത്രയും ബാലൻസ് വന്നു. അടുത്തത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. നിങ്ങൾക്ക് 2 ടൈപ്പ് ഗ്ലിസറിൻ ഉണ്ട്. ഒന്ന് പ്ലാന്റ്സിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്ലിസറിൻ ഉണ്ട്. ഏത് ഗ്ലിസറിൻ ആയാലും കുഴപ്പമില്ല, അത് കിട്ടുന്നത് ഉപയോഗിക്കുക. അത് 3 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഡ്രോപ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ 45 ഡ്രോപ്സ്. ഈ ഗമ്മിനൊരു പ്രത്യേകതയുണ്ട്, അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും വെള്ളത്തിൽ മിക്സ് ആവില്ല. കുറച്ച് ടൈം എടുക്കും. അതായത് ഇത് വെള്ളത്തിൽ ചെന്ന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ഇതിനൊരു ജെല്ല് പരുവത്തിലേക്ക് ഇത് ഈ ജ്യൂസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഗ്ലിസറിനിൽ പെട്ടെന്നത് മിക്സ് ആവും. എന്നിട്ട് ഈ ഗ്ലിസറിൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒട്ടനടി നമ്മൾ ഈ ജ്യൂസിലേക്ക് ഈ സാധനം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഗമ്മ് എടുത്തു, അതുപോലെ ഗ്ലിസറിനും എടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ നല്ല ലൂസായിട്ട് വരും. എന്നിട്ട് ഇത് നമ്മൾ ഈ ജ്യൂസിലേക്ക് ഡയറക്റ്റ്, അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരം കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടും കൂടി ഇരിക്കണം. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ളത് വൈറ്റമിൻ ഇ. അത് എത്ര ഡ്രോപ്സ് വേണമെന്നുള്ളത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡ്രോപ്സ് എടുക്കുക. ഇനി ഈ വൈറ്റമിൻ ഇയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി അടുത്തത് നമ്മുടെ പ്രിസർവേറ്റീവ് ആണ്. അത് 1 ഗ്രാം. അത് മെഷർ ചെയ്തപ്പോൾ 23 ഡ്രോപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ മെഷർ ചെയ്തിട്ട് അതും ഇതിലേക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന ആ ജ്യൂസിലേക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരേ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അതിലേക്ക് നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുള്ളൂ. ഇതും ആഡ് ചെയ്ത് കൊടുക്കുന്നു. പ്രിസർവേറ്റീവ് ആണ്. എന്നിട്ട് മിക്സ് ചെയ്യും. അടുത്തത് pH കറക്ഷനാണ്. നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ കെയറിന് നമുക്ക് വേണ്ട pH എന്ന് പറയുന്നത് 5.5 ആണ്. അല്ലെന്ന് വെച്ചാൽ കേടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് അത്ര ഇഫക്റ്റീവായിട്ട് വരില്ല. അപ്പോൾ അത് ഫോമുലയിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അത് നമുക്ക് pH ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 3.5ലേക്കൊക്കെ ഇതിൻ്റെ pH വരും. അപ്പോൾ അത് നമുക്ക് കൂട്ടണം. അതിന് വേണ്ടി 1 ഗ്രാം നമ്മൾ ഒരു ബൈകാർബണേറ്റ് സോഡ എടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ഇതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. കാണിക്കാതെ ഇത്രയും വേണ്ടി വന്നില്ല. അതാ ഇത്രയും ബാക്കി വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി കുറവ്. എന്നിട്ട് അത് 9 ഗ്രാം വെള്ളത്തിൽ, ഇപ്പോൾ 1 ഗ്രാം എത്ര ഡ്രോപ്സ് ആണെന്നുള്ളത് ടേബിളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫോമുല ടേബിളിൽ 9 ഗ്രാമിൽ നമ്മൾ കലക്കിയിട്ട് ഇതുപോലെ നമ്മൾ വെക്കുക. നന്നായിട്ട് അലിയണം. അത് ഒന്ന് അലിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു 6 ഡ്രോപ്സ് 100 ഗ്രാമിന് നമ്മൾ 6 ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ pH സ്ട്രിപ്പ് കാണിച്ചായിരുന്നു. അതിലോ അല്ലെങ്കിൽ pH അളക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 5.5 കിട്ടും. ഇനി pH ഇനി കൂടുവാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സിട്രിക് ആസിഡ് ഉണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതായാലും അങ്ങനെയാണ് നമ്മൾ pH കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം മൂടി വെച്ചു. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടി. ഇത് 1 വർഷം വരെ നമുക്ക് ബോട്ടിലാക്കി വെക്കാം. വെള്ളം അല്ലെങ്കിൽ വെറ്റ് ഹാൻഡ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ഒരു ടീസ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിപ്പോൾ ഹെയർ പാക്കുകൾ ഇടുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫേസിൽ നമുക്ക് മസാജ് ജെല്ലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, ഇതിൻ്റെ ഒപ്പം ഓയിലുകൾ ആഡ് ചെയ്തിട്ട് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾക്ക് കുഞ്ഞു മക്കളുടെ മേലെ, അതായത് 3 വയസ്സിന് താഴെയുള്ള മക്കളുടെ സ്കിന്നിൽ നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിൽ സലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ വലിയവരുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പിമ്പിൾസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. വരുന്ന വീഡിയോയിൽ ഇനി എന്താണ് നാച്ചുറൽ പ്രിസർവേറ്റീവ്, എങ്ങനെ pH ചെയ്യണം, അതിനെപ്പറ്റിയുള്ള എല്ലാം, അതുപോലെ ഹെയർ പാക്കുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഈ അലോവേര ജെല്ല് വെച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള പലതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്